ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ബിസി കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും ലേക്കുട്ടനും കൂടെ ഞങ്ങളുടെ ഡാഡിനെ കാണാൻ വേണ്ടി മസ്കറ്റിൽ പോവാണ്. സോ അതിന് തലേദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും കുറച്ചധികം എന്താ പറയുക ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു ഡേ ആണിന്ന്. അപ്പോൾ പറ്റുന്നതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം അതാണ് കേട്ടോ. ഞങ്ങളിതാ രാവിലെ എണീറ്റ് ലേക്കുട്ടനും എണീറ്റിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ബെഡിലൊക്കെ കിടന്ന് അവൾ കളിക്കും. എന്നിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ താഴേക്ക് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും. അവളിവിടെ കിടന്നോളും. നമ്മൾ ഇപ്പം മറിഞ്ഞു തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സൈഡിലും പില്ലോ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് താഴെ വീഴും. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ സൈഡിലും പില്ലോ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ അവളിവിടെ കിടന്ന് കളിച്ചോളും, വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാക്കാറില്ല ആൾ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നാളെ മസ്കറ്റിൽ പോവാണ്. സോ ഇന്ന് കുറച്ച് അധികം പ്രിപ്പറേഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ ലേക്കുട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോകണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു രാവിലെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം എന്തായാലും പോകല്ലേ. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ വിസിറ്റിങ്ങിനാണ് മസ്കറ്റിൽ പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടല്ലേ ലേനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പോയി ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ചു. പിന്നെ ഇത് പെട്ടെന്നുള്ളൊരു എന്താ പറയുക ഡിസിഷനായിരുന്നു പോകാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ അറിഞ്ഞതൊരു 2-3 ഡേയ്സ് മുന്നേ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പോയി പറയണം പോകേണ്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ പാലക്കിലെത്തിയിട്ട് ഞാൻ പിന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ലേക്കുട്ടനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അവിടെ അടുത്തുള്ളൊരു സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈ സർട്ടിഫിക്കറ്റ് നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്യിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സൈൻ ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നമുക്ക് ബോക്സൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ അത് മുട്ടിക്കാനുള്ള ടേപ്പ്, അങ്ങനത്തെ മാർക്കർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കാനൊക്കെ ആയിട്ടാണ് അവിടെ പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലേയുടെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ അവിടെ റിലീഫ് ജൂനിയറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേക്കൊരു റോംബറൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. കാരണം അവളുടെ ഓൾമോസ്റ്റ് എല്ലാം കുഞ്ഞിലെയാണ്. പിന്നെ പുറത്തേക്ക് നമ്മളങ്ങനെ അധികം റോംബറൊന്നും ഇട്ടിട്ട് ഇച്ചിരി വലുതായപ്പോൾ അങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പോൾ ആൾക്ക് വലിപ്പത്തിലുള്ള റോംബറൊന്നും ഇല്ല. പിന്നെ ഫ്രൂട്ട് നിബ്ലറൊക്കെ ഒന്നും ഇല്ല. അപ്പോൾ അതൊക്കെ മേടിക്കണം. പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെ മേടിക്കാനുണ്ട്. കുറച്ച് നാളത്തേക്ക് നമ്മൾ പോവാണല്ലോ. അപ്പം നമ്മുടെ ലേയുടെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഒരു 2-3 ഡ്രസ്സ് അവൾക്ക് എടുക്കണം. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേബിയുടെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. പിന്നെ ഓരോന്ന് അന്വേഷിച്ച് വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ 2 റോംബറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൽ ഈ ഗ്രീനാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. മറ്റേതാകുമ്പം ആദ്യം ഒരു ടീഷർട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അതിന് മുകളിൽ കൂടെ ഈ ഇതിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര പണിയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് എടുത്തത്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് വീടെത്തിക്കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ അമ്മ അടുത്തേക്ക് പോയി, അതായത് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ലേക്ക് അമ്മാമ്മ ഉമ്മൊക്കെ കൊടുക്കുകയാണ്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം ലഗേജസ് മൊത്തം ഒതുക്കി സെറ്റാക്കാനായിട്ട്. കാരണം ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിനകത്ത് വെക്കണം. അങ്ങനെ പിന്നെ ഇതെല്ലാം കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. പിന്നെ മമ്മിക്ക് ഇത് നല്ല പണിയുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി മമ്മി സെറ്റാക്കി. എന്നിട്ട് പപ്പ അതൊക്കെ പാക്ക് ചെയ്യാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ വെയിറ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും ചെയ്യാൻ പോയില്ല. കാരണം ബേബി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർ സമ്മതിക്കും എന്നുള്ളൊരു തോട്ടിൽ ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചു. ഓവറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കിലോ അങ്ങോട്ട് കൂടുതലുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.